ഹലോ ഗായ്സ്, ബോയി അന്നയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് ഇപ്പോൾ കണ്ടറിയാലോ എല്ലാവർക്കും. എൻ്റെ ഹൗസിൻ്റെ അവിടെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിച്ചു. കുറേ പേര് മീൻസ് ഒരു 3-4-5 പേര് അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങനെ വീട് പണിയണേ, നീ എങ്ങനെ വീട് പണിയുന്നത്? അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നേ. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. നമ്മൾ പുറമെ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്യാണ്ട് പുറമെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാനും പറഞ്ഞിങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ വീട് പണിത്? അവൾക്ക് പണിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇതുവരെ വീട് പണിതിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മുടെ ബിൽഡ് ചെയ്യണത് എന്തായാലും നമ്മുടെ പാർട്ട്ണർക്ക് മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാവുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാമല്ലോ, ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നീ പോയി കണ്ടോന്ന്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ഹോം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഇപ്പോൾ 31 ലെവലാക്കി ഞാൻ എടുത്തതാണ്. ആ ഹോം ഞാൻ ഡിലീറ്റ് ആക്കി. ഇന്നലെ ഞാൻ ഡിലീറ്റ് ആക്കി. എനിക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് ഒന്നും കൂടി പണിയണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനും പറ്റും. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കാമെന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 31 കണ്ടോ, 31 എഴുതിയേക്കുന്നത് കണ്ടോ? അപ്പോൾ അവിടെയാണ് അവിടെയാണ് നമ്മുടെ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതായത് ഇതിങ്ങനെ അപ്ഗ്രേഡ് ഇപ്പോൾ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കിടക്കുന്നത് 32, 33 അങ്ങനെയാണ്. ഇപ്പോൾ അതായത് ഞാൻ 31 ആയല്ലോ. അപ്പോൾ തുടക്കം തൊട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 31ൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് പോയിൻ്റ് കാണിക്കുന്നുണ്ട് 215. ആ പോയിൻ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രീൻ്റെ അതുപോലെ ഈ ചെടി വെച്ചിട്ടില്ലേ അതിൻ്റെ അതുപോലെ ഈ കാണുന്ന കാറ് പാർക്ക് ചെയ്യുന്നിടം അവിടെ ഇതിൻ്റെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഓൾറെഡി അവിടെ 215 പോയിൻ്റ് കിടക്കുന്നത്. അവിടെ എത്ര പോയിൻ്റ് ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെയായിട്ട് മാനേജ്മെൻറ്റ് കണ്ടോ, ഇവിടെ അപ്ഗ്രേഡ് കാണിച്ചുകൊണ്ടേയിരിക്കും. 1, 2, 3, 4 എന്ന് അങ്ങനെ അപ്ഗ്രേഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ അപ്ഗ്രേഡ് ചെയ്ത് വീടിൻ്റെ തൊട്ട് താഴെ കണ്ടോ സ്റ്റോറി, ഫർണിച്ചർ അതൊക്കെ കണ്ടോ, സ്ട്രെച്ചർ. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എനിക്കിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് 230 അങ്ങനെ കണ്ടോ, അത്രയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അത്രയും സാധനങ്ങൾ എനിക്ക് വീട്ടിലോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്ഗ്രേഡ് ആക്കി വരുന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തൊട്ട് താഴെ കാണുന്ന ലെവലപ്പ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വീട് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, വേറൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് ബിൽഡ് ചെയ്യണതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മുടെ ബിൽഡ് ചെയ്യണതിനുള്ള ഇത് കിടക്കുന്നത്. അത് തൊടുമ്പോൾ തന്നെ ഇതുപോലെ വരും. ഇതുപോലെ വരുമ്പോൾ എല്ലാവർക്കും എവിടെ പിടിച്ച് ഞെക്കണം, എന്ത് ചെയ്യണമെന്നും ആർക്കും തന്നെ അറിഞ്ഞൂടാ. അപ്പം എന്താണെന്ന് വെച്ചാൽ തൊണ്ട വല്ലാണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇവിടെ തൊട്ട് താഴെയായിട്ട് സ്ട്രക്ചർ, മെറ്റീരിയൽ, ഫർണിച്ചർ, ഇത് മൂന്നും നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം ബിൽഡ് ചെയ്തെടുക്കണേന്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇവിടെ ഓള് എടുക്കും കണ്ടോ. ഇതിനകത്ത് എല്ലാനും ഉണ്ടാവും. നമ്മുടെ കൈവശം എന്തൊക്കെയാണുള്ളത് അതുകൊണ്ട് മാത്രമേ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് വെച്ചാൽ മേളിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു ഗോൾഡ് കളറ് ഒരു കോയിനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കോപ്പർ കളർ പോലത്തെ ഒരു കോയിനും ഇവിടെ ഉണ്ട്. അപ്പം ഹോം കോയിൻ എന്നാണ് പറയണേ. ഹോം കോയിനും ഗോൾഡ് കോയിൻ എന്നാണ് ഞാനിതിനെ പറയുന്നത്. അപ്പോൾ ഈ ഹോം കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം വാങ്ങുന്നതും. അതുപോലെ ഈ ഗോൾഡ് കോയിൻ വെച്ചിട്ടും വാങ്ങാൻ പറ്റും. അപ്പോൾ ഗോൾഡ് കോയിൻ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആർപിന്നും അവിടെ നിന്നൊക്കെ കിട്ടും. അത് നിസ്സാരേ കിട്ടത്തുള്ളൂ. അതിന് നല്ല പോയിന്റുകൾ കിട്ടും. അതായത് നമ്മൾ ഇവിടെ കാണുന്ന പോയിന്റുകൾ ഇതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നുണ്ടോ 16. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫർണിച്ചറോ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചാൽ അതായത് ഈ ഒരു സാധനം എടുക്കാമെന്ന് വെച്ചാൽ ഇതിന് പോയിൻ്റ് 49 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. 49 അതിൻ്റെ പോയിൻ്റ്. അപ്പോൾ അങ്ങനെ പോയിൻ്റ് നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങി വെക്കാനും അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ഇവിടെ സെറ്റാക്കാനും പറ്റും. അപ്പോൾ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുകയും പിടിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ അത് കളയുകയും ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ
അതുപോലെ തന്നെ മെറ്റീരിയൽ. ഈ മെറ്റീരിയലുകൾ നമുക്ക് ഈ പറഞ്ഞ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫർണിച്ചറിലോ ഇല്ല, അതിൽ പെടൂല. അതുകൊണ്ട് നമുക്ക് എന്തോരം വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഈ മുകളിൽ കാണുന്ന ഈ സ്ട്രക്ചർ, ഇത് കണ്ടോ, ഈ സ്ട്രക്ചർ അതുപോലെ നിങ്ങൾ മേളിൽ ഹോം എഡിറ്റിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ലൈനാണ് നോക്കണ്ടേ കേട്ടോ. അവിടെ ഇതുപോലെ സ്ട്രക്ചറിൻ്റെയും അതുപോലെ ഈ ഫർണിച്ചറിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പം എനിക്ക് ചെയ്യാവുന്നത് 230 ഫർണിച്ചറും അതുപോലെ 470 സ്ട്രക്ചറും 16 സ്റ്റോറി മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ മേളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആവില്ല. അപ്പോൾ ചില ആൾക്കാർ വീടൊക്കെ പണിതിട്ട് അയ്യോ എൻ്റെ സേവ് ആവുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിടെ അവിടെ മേളിൽ അലൗഡ് ആയിട്ടുള്ള ആ അത്രയും ഫർണിച്ചറും അത്രയും സ്ട്രക്ചറും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സേവ് ആവാത്തത്. അതുപോലെ സ്റ്റോറി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് സ്റ്റോറി ആയിട്ട് കാണുന്നത് ഇതാണ്. ഈ സാധനം ഇപ്പോൾ ഇവിടെ വെക്കുമ്പോൾ സ്റ്റോറിയിൽ ഒരെണ്ണം അതുപോലെ സ്ട്രക്ചറിലും ഒന്ന് അവിടെ കാണിക്കും. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇപ്പോൾ 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് സ്ട്രക്ചറിൽ വരും. സ്റ്റോറി ഒന്നായി. അത് എത്ര എണ്ണം വരുമ്പോഴാണ് ഇത്, എനിക്ക് തോന്നുന്നു 4 എണ്ണമാണെന്ന് തോന്നുന്നു. 4 എണ്ണം ഒരുമിച്ച് വെച്ചാൽ 5ാമത്തെ ആവുമ്പോൾ 2 ആവും, അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറിയുടെ കണക്ക്. എനിക്ക് അത്രയും നന്നായിട്ട് അറിയില്ല, ബട്ട് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളെ അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. ഇപ്പോൾ സ്റ്റോറിയുടെ കാര്യം ഞാൻ പലരോടും ചോദിച്ചു. അപ്പോൾ പറയണത് അങ്ങനെ ഒരു 4 എണ്ണം അടുപ്പിച്ച് ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ആവും. അതായത് ഈ സ്റ്റോറി പെടുന്നതാണ് ഈ സാധനമൊക്കെ. അപ്പോൾ അതാവുന്നുണ്ട്. അങ്ങനെയുള്ള കട്ടകളൊക്കെ എന്തൊക്കെയോ ആണ് സ്റ്റോറിയിൽ കൂടുതലും പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. വാതിൽ, ജനൽ അല്ലെങ്കിൽ മറ്റേ സ്റ്റെയർ, അതൊന്നും സീനൊന്നുമില്ല കേട്ടോ, സ്റ്റോറി പെടുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോന്ന്, അതായത് ഇപ്പോൾ ഫ്ലോറ് നമ്മൾ വെക്കുകയെന്ന് വിചാരിച്ചോ. നമ്മളിപ്പോൾ ഫ്ലോർ ഇടാണ്. ഇപ്പോൾ ഈ ഫ്ലോറ് നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് വരും എല്ലാവരും. സാധാരണ ഇങ്ങനെ ഇട്ട് വരണ കാണാം. ഇങ്ങനെ ഇടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോൻ്റെ ഒരു ഇതുള്ള സാധനം കിടക്കണുണ്ടോ, അവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ കളറാവും. അത് നേരെ നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഈസി ആയിട്ട് ഇതിങ്ങനെ ഒഴുകി നടന്നിട്ട് ഇതുപോലെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ബിൽഡ് ചെയ്യണം. ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ നടന്നുകൊണ്ടൊന്നും ബിൽഡ് ചെയ്യണ കാര്യം നടക്കൂല, മനസ്സിലായ? ഇതാവുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് റൂമിൽ പോലും നമുക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഞാനങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു വോൾ എടുക്കുക, ഇതിങ്ങനെ വെച്ചു, ഇപ്പം ഇങ്ങനെ വെച്ചു, വേറൊരു വോൾ എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ ബിൽഡ് ചെയ്യുന്ന വിചാരിച്ചോ. അങ്ങനെ ബിൽഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. വേറെ എന്തെങ്കിലും വെക്കട്ടെ, അവിടെ സ്ഥലമില്ല. മൂടി തന്നെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചോ. ഇതിങ്ങനെ വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ ഫ്രീ എഡിറ്റിംഗ് നമുക്ക് കയറാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത്, കണ്ടാ? ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്ത്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഭംഗിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ വെച്ചിട്ട് മൊത്തം ചില്ലിടൂലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൊത്തം അടച്ചിട്ട് നമ്മൾ ചെയ്യൂല. അങ്ങനെയുള്ള റൂമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എളുപ്പം ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനും എടുക്കാനും. അപ്പോൾ ഫർണിച്ചറിൽ പോയിട്ട് നമ്മളൊരു സാധനം ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, കണ്ടാ? അപ്പോൾ നമുക്ക് ഇതാണ് എപ്പോഴും എളുപ്പം. ഇത് ആണ് എല്ലാവർക്കും ഇച്ചിരി കൂടി എളുപ്പമായിട്ടുള്ളത്. ഇത് ആരും അധികം ചെയ്യലില്ല, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടൈം ഇവിടെ പോകുന്നത് നമുക്ക്. അപ്പോൾ അത് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആക്കണത് ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു 3 ഡോട്ട് കണ്ട അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ നടുക്കലത്തെ ഡിലീറ്റ് ഓൾ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ആയിപ്പോവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടനുകളും കാര്യങ്ങളൊക്കെ വെക്കണത്, അതുപോലെ സ്റ്റെയർ വെക്കണത് ഒക്കെ ഇതിനും സ്പേസ് വേണേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുകളിൽ സ്റ്റെയർ വെക്കുമ്പോൾ മുകളിലായിട്ട് ഈ റൂഫ് വെക്കരുത്. റൂഫ് വെക്കാണ്ട് സ്റ്റെയർ വെച്ചതിന് ശേഷം റൂഫ് വെക്കുക. അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സ്ട്രക്ചറിലുള്ളൊരു സ്റ്റെയറിൽ പെടുന്ന ഈ സാധനമുണ്ട്. ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഫ്ലോറ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ ഫ്ലോറ് ഒരു ഏത് ഫ്ലോറ് കൊടുക്കുക, ഇത് കൊടുക്കാം. ഇതിങ്ങനെ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ കൊടുക്കാനുള്ളത്, നമുക്കപ്പോൾ സ്റ്റെയർ വെക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റെയർ ലിഫ്റ്റ് പോലത്തെ സ്റ്റെയർ ആണേ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റെയർ ഈ സാധനം വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ലിഫ്റ്റാണ്. ലിഫ്റ്റ് വെക്കുമ്പോൾ ഇവിടെ സേവ് ആവില്ല. അപ്പോൾ എല്ലാവരും അയ്യോ അതെന്താ അങ്ങനെ, ഇത് സേവ് ആവാത്ത, ഇതെന്താണെന്നുണ്ടെങ്കിൽ കൊണ്ടെടുക്കും. എനിക്ക് പറ്റിയിട്ടുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ താഴെ ഓൾറെഡി ഫ്ലോർ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താക്കണം,
ഈ ഫ്ലോർ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വെക്കണം. അപ്പോൾ അത് സേവ് ആവും. കണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അങ്ങനെ എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇവിടെ സേവ് ആക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഇങ്ങനെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് വാങ്ങുക. ഇപ്പോൾ പോയി അവിടോട്ട് പോയി ഇപ്പോൾ ബാക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഷോപ്പ് എടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഷോപ്പ് എടുത്ത് വാങ്ങണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ ഫ്രീ എഡിറ്റിങ്ങിൻ്റെ തൊട്ട് താഴെ ഷോപ്പ് കാണുന്നുണ്ട്. അവിടെ നിന്ന് എടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് എല്ലാം ഇവിടെ കിട്ടും. പക്ഷെ അങ്ങനെ വാങ്ങണമെന്നില്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ കളറിലുള്ള പെയിൻറ്റ് വേണം. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. മൂന്നാമത്തെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓൾറെഡി വരും. മനസ്സിലായാ? അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് അങ്ങനെ തേക്കണ സമയത്ത് ഇവിടെ വാങ്ങാനുള്ള ഒരു സാധനം വരും. മനസ്സിലായാ? അപ്പോൾ നമ്മൾ എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചാൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഓളെടുത്ത് നമ്മൾ ഈ സാധനമൊക്കെ ഇങ്ങനെ വെക്കണമല്ലോ. നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ, സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വെക്കണ സമയത്ത് നമ്മളിപ്പോൾ ഇത് കണ്ടു. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ വാങ്ങാം. ഇവിടെ തന്നെ ഇവിടെ ഒന്നുകൂടി അത് വെക്കണ സമയത്ത് ഇതുപോലെ കാണിക്കും, 120 പർച്ചേസ് കാണിക്കും. അപ്പോൾ നമുക്ക് വാങ്ങാറുണ്ട്. ഷോപ്പിൽ പോയിട്ട് നോക്കി വാങ്ങുമൊന്നും വേണ്ട. അതുപോലെ അങ്ങപ്പുറത്ത് തന്നെ ഗോ ടു ഷോപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ നേരെ നമുക്ക് ആ ഒരു സാധനങ്ങളിലേക്ക് മാത്രം പോവാം. അതായത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് സീറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് സീറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾക്കിടെ സീറ്റിൻ്റെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗോ ടു ഷോപ്പ്. അപ്പോൾ സീറ്റ് ഉള്ളിടത്തേക്ക് തന്നെ പോവാം. കണ്ടോ? അതല്ലാതെ ഷോപ്പിൽ പോയിട്ട് സീറ്റ് എവിടെയെന്ന് നോക്കി ഫർണിച്ചർ എടുത്തിട്ട് ഫർണിച്ചറിൽ നിന്ന്, അതായത് ഇങ്ങനെ ഷോപ്പിൽ പോകണം, ഫർണിച്ചർ എടുക്കണം, അതിൽ നിന്ന് പിന്നെ സീറ്റ് എടുക്കണം, അങ്ങനെ പോകാൻ നിൽക്കണ്ട. പെട്ടെന്ന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേഗം സെലക്ട് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആകെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യുമ്പോൾ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫർണിച്ചറും കൂടാതെ ശ്രദ്ധിക്കുക. സ്റ്റോറിയും അതുപോലെ കൂടാതെ നോക്കുക. മനസ്സിലായ? അപ്പോൾ തന്നെ എല്ലാം കറക്റ്റ് ആവും. ഓക്കെ. അത് ഈ ഒരൊറ്റ സാധനത്തിന് സ്റ്റോറി പെട്ടതാണ് ഈ എന്താ പറയുക, ഈ സ്റ്റെയർ സ്റ്റോറി പെട്ടതാണ്. മനസ്സിലായ? ഇവിടെ അത് വെച്ചപ്പോൾ തന്നെ 8 അവിടെ സ്റ്റോറി കണ്ടോ? 8 കൂടി. സ്ട്രക്ചർ 8ആയി. അതായത് 4 1 2 3 ഫ്ലോറും വന്നു. അതേപോലെ നടുക്കിലൂടെ ഒരു ഇതും വന്ന്. മനസ്സിലായോ? ഒരു എന്താ പറയുക, ഒരു സാധനവും വന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇത് ആവണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ വീട് പണിയുന്നുണ്ട്. ബട്ട് വീട് പണിയുന്നത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാണിക്കേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീട് പണിയണ കാണിച്ചു തരാം. ജസ്റ്റ് പെട്ടെന്നൊരു ചെറിയൊരു വീടിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലോറിൻ്റെ ഇതെടുക്കുക. ഇതെടുത്ത് പെട്ടെന്ന് നമുക്ക് ഫ്ലോർ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു വീടിൻ്റെ ഫ്രണ്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത്, ഞാൻ സാധാരണ ഡോറാണ് ഫസ്റ്റ് വെക്കുക. ഡോറ് വെച്ചതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കണോണ്ട് ഞാൻ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ വയ്ക്കാം ഡോറ്. അപ്പോൾ എനിക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇത് ഇവിടെ വരും കേട്ടോ ഫസ്റ്റ്. കണ്ടോ? അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ. ഓക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്ന് അപ്പോൾ എനിക്ക് പിന്നെ വേണ്ടത് എനിക്ക് വിൻഡോ ആണ്. അപ്പോൾ വിൻഡോ എടുക്കുക. വിൻഡോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സാധനം കൊടുക്കുകയാണ്. മനസ്സിലായോ? അതിങ്ങനെ കറക്കി നമുക്ക് മാറ്റാനൊക്കെ പറ്റുമോ? അതിപ്പോൾ നിങ്ങൾക്കറിയാലോ. ഇവിടെ ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു. അപ്പോൾ എനിക്കിങ്ങനൊരു ഷേപ്പ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടത് മേളിൽ ഇങ്ങനെ, എനിക്ക് ഇതൊന്നും വേണ്ട. അതല്ല, എനിക്കിവിടെ ബാൽക്കണി മറ്റേ ബാൽക്കണി പോലെ ഒരു സംഭവമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അവിടെ ഒരു ഫ്ലോർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ഇച്ചിരി വില കൂടി 2 ഫ്ലോർ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡോറ് വെച്ച് കൊടുക്കാം. മേളിൽ ഡോറാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വീണ്ടും ഇതുപോലത്തെ ഒരു ഡോറ് വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് കിട്ടി. കണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്താക്കാം, ഇത് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ നമുക്കപ്പോൾ എളുപ്പത്തിന് പണി കഴിയും ഇതിങ്ങനെ നിൽക്കുമ്പോൾ. മനസ്സിലായോ?
അതെൻ്റെ കയ്യിൽ കുറവാണ്. അപ്പോൾ ഈ കുറവുള്ളത് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ പല സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് കണ്ട ബാൽക്കണിയുള്ള മുകളിലെ ഒരു ഇത് ശരിയായി. ഇതിപ്പോൾ നമ്മൾ ഫ്ലോർ ഇട്ട പോലെ തന്നെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും മേളിലേക്കും ഒക്കെ ഫ്ലോർ ഇടാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വേറെ ഫ്ലോർ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചേരുന്നൊരു ഫ്ലോറാണെന്ന് വിചാരിക്കും, അത് കൊള്ളൂല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചേരുന്ന ഒരു ഫ്ലോർ. പിന്നെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള റൂഫായിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ്. ഈ ഫ്ലോറ് നമുക്ക് റൂഫായിട്ട് ഇവിടെ കൊടുക്കാം, കണ്ടോ. ഇപ്പോൾ കണ്ട അതുപോലെ ബാക്കിലോട്ട് ഇങ്ങനെ പണിയാം. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെ വീട് പണിത്. പിന്നെ ഫർണിച്ചർ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്കിപ്പോൾ ഫ്രണ്ടിൽ വെക്കാനായിട്ട് എന്താ ഒരു നല്ലൊരു വെള്ളമൊക്കെ വരുന്നൊരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കാണിച്ചിരാവേത് അതിന് എന്തൊക്കെയാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അതായത് കുറേ പേരുകളൊക്കെ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് നോക്കാറില്ല. ഞാൻ ഭംഗി നോക്കും, പറക്കി വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും ഹോം കോയിൻ കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും ഞാൻ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വേണമെങ്കിൽ ഫ്രണ്ടിലൂടെ വെക്കാം. ഇതൊക്കെ ഫ്രണ്ടിൽ വെക്കണ സാധനങ്ങളാണ് ഭംഗിക്ക്. കണ്ടോ, ഇതിന് വെച്ചു. കണ്ടോ, ഇപ്പോൾ ഇതാണ് ഇങ്ങനെ പെട്ടെന്ന് വീട് ഞാനിപ്പോൾ ഇത്ര പെട്ടെന്നുകൊണ്ട് ഇത്രയാക്കിയില്ലേ. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട് പണിയാൻ പറ്റും. നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടായാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് വന്നേക്കണത് 233 ഫർണിച്ചർ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുപോലെ 34 സ്ട്രക്ചർ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ 8 സ്റ്റോറി അധികം നോക്കണ്ട, സേവ് ആയിക്കോളും, അത് പ്രശ്നം വരാറില്ല. സ്റ്റോറി നമ്മൾ സേവ് ആവാണ്ട് ഫർണിച്ചറും സ്ട്രക്ചറും ഓക്കെയാണ്. എന്നിട്ട് സേവ് ആവാളാന്ന് നോക്കുമ്പോൾ മാത്രം ഒന്ന് സ്റ്റോറി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് പൊളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാനത് പെട്ട് കിടക്കണേ ഏതൊക്കെ സ്റ്റോറിന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ കണ്ടോ പെട്ടെന്ന് വീട് പണിത് കഴിഞ്ഞില്ലേ. ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പണിത് കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ വീട് പണിയാന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ആ സാധനത്തിന് എന്താ പറയുക, നമ്മുടെ വീട് പണിക്കൊക്കെ നമ്മൾ ആ ഒരു മറന്നുപോയി, അത് വെച്ചിട്ട് അങ്ങോട്ട് പണിയാം, അത്ര തന്നെ. കൂടുതലൊന്നും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് വീട് പണിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. അതിങ്ങനെ നമുക്കിപ്പോൾ ഫ്രണ്ട്സൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ആരും ഫ്രണ്ട്സ് ഇല്ല, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കളിക്കണ്ട. ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് DDA മാത്രമേ ഒറ്റയ്ക്ക് ഞാൻ കളിക്കാൻ ഇഷ്ടമുള്ളൂ. വേറെ ഒന്നും ഞാൻ ഒറ്റയ്ക്ക് കളിക്കാറില്ല. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിങ്ങനെ വീട് ഇങ്ങനെ പണിയാൻ പറ്റും. വെറുതെ ഇരുന്ന് ബോറടിക്കണമെന്നവർക്ക് മാത്രം വീട് പണിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി ഇടാം. ഇവിടെ പാർട്ടി ഇടുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് പാർട്ടി ഇടാം. പാർട്ടി ഇപ്പോൾ കാണിക്കില്ല, ക്ലോസ് ചെയ്താലേ കാണിക്കുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് വിരിച്ചിട്ട് നടുവിൽ അതുപോലെ ചെയറ്, അതേപോലെ ടേബിള്, പിന്നെ കിച്ചൻ്റെ സെറ്റപ്പുകളെല്ലാം നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ കേട്ടോ. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പണിതെടുക്കാം. പിന്നെ ഒരു സ്ക്വയർ ആ ഒരു ഇതിലേ കിട്ടത്തുള്ളൂ. കണ്ടോ, അതിവിടെ കാണുന്നുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ആ ഒരു ഇതിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് വീട് പണിയ പോലെ അത്രയും പക്കയായിട്ടൊന്നും പണിയാൻ പറ്റില്ലെങ്കിൽ നല്ല രീതിയിൽ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുമാതിരി എല്ലാവർക്കും വീടുണ്ട്, ആണുങ്ങൾക്കാണെങ്കിലും. അവരൊക്കെ വീട് പണിയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പോൾ നമുക്ക് സേവ് ആക്കിയിട്ട് ഇറങ്ങാം. ഓക്കെ, ഇത് ഞാൻ പൊളിച്ച് പണിയും കേട്ടോ. ഞാൻ വേറെ മോഡൽ വീടൊക്കെ പണിയും. എനിക്ക് വീട് പണിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഓക്കെ കൊടുത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ റീഎൻട്രി കാണിക്കും മേളിൽ. ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ റീഎൻട്രി കാണിക്കും. ആ റീഎൻട്രി കൂടി കൊടുത്താലാണ് നമ്മൾ പണിത വീട്, നമ്മൾ ബിൽഡ് ചെയ്ത വീട് അവിടെ വരുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീട് ബിൽഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. കണ്ടോ, റീഎൻട്രി വന്നു. ആ റീഎൻട്രി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഹോമിലോട്ട് റീഎൻട്രി ആവും. അപ്പോൾ നമുക്ക് നമ്മൾ പണിത വീട്, നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത വീട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്നെപ്പോലെ വീടൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിനി ഇത് ചെയ്ത് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കണ്ടോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ വീട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഓപ്പൺ ആക്കുക, ഫസ്റ്റ് തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റിക്കൊണ്ടിരിക്കുക, പല പല ടൈപ്പായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പിന്നെ കാണാം. ബൈ ബൈ.